ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് കറിയാണ്. എഗ് കറി പറഞ്ഞാൽ നൂൽപുട്ടിനുള്ള എഗ് കറിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഉള്ളി വാട്ടുകയാണ്. ഉള്ളി കുറച്ച് അതിൻ്റെ പച്ചമണം വേണം, പച്ചമുളക് ഇടും. പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും കൂടി വാട്ടും. സിമ്മിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിലേക്ക് ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ച് ക്യാരറ്റ് ഇട്ടു. ക്യാരറ്റ് ഇട്ട് അത് നല്ലോണം ഒന്ന് ഉടയണം. പിന്നെ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടു ചെറിയ പീസാക്കിയിട്ട് അത് നല്ലോണം ഒന്ന് ഉടയുന്ന വരെ നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്യണം. കണ്ട എല്ലാം മിക്സായിട്ട് അതിൽ കുറച്ച് തക്കാളി ഇട്ട്, ചെറിയ കഷ്ണം തക്കാളി ഇട്ടു. അതാണ് ഫുൾ തക്കാളി ഇട്ടില്ല. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു കുറച്ച് വലിയ സ്പൂണിലാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടത്. ഒക്കെ കണ്ട് സിമ്മിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം സിമ്മിൽ വെച്ച് ചെയ്താൽ നമുക്ക് അടി പിടിക്കില്ല, വേവും. മറ്റേതാണ് പെട്ടെന്ന് അടി പിടിക്കും, വേവുമില്ല. കുക്കറിലൊന്നല്ലല്ലോ ഉണ്ടാക്കുന്നത്, അതിനാണോ ഉണ്ടാക്കുന്നത്. കണ്ട് ഇതെല്ലാം കൂടി ഞങ്ങളിങ്ങനെ അടുക്കി വെച്ച് റൗണ്ടാക്കി വെച്ചിട്ട് ഇനി ഞങ്ങൾ കുറച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. മൂടി വെച്ചിട്ട് സിമ്മിൽ തന്നെ വേവിക്കും. ഓക്കെ, പിന്നെ ഞങ്ങൾ അരിക്കാനുള്ള കൂട്ട്, അതിൽ കോറിയൻഡർ ലീവ്സ്, മല്ലിച്ചപ്പ്, തേങ്ങ, കുറച്ച് ജീരകം, നല്ല ജീരകം കേട്ടോ. കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക്, ശരി ഞാൻ ഇട്ടുപോയി. പിന്നെ കുറച്ച് വെള്ളം, കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, കുറച്ചുള്ളൂ അരിക്കുന്നതിനാണ്. അപ്പം പിന്നെ അത് നല്ല ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പം ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഞാനതിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മസാല ഇട്ടിരുന്നു. കുറച്ച് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പേരിന് കേട്ടോ, ഒരു മസാല ടേസ്റ്റ് വേണം പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മസാല മണം പോകുന്നവരൊന്ന് ഇതാക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അരച്ച് വെച്ച അരിപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടാൻ പോകണം. ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇതാക്കിയിട്ട് നല്ല മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നല്ല തിള വരണം. ആ വെള്ള കളറിൽ അതൊക്കെ പോകണം. അത് പച്ച മണം ഉണ്ടാവുന്ന സാധനമാണ് തേങ്ങയുടെ. അതൊക്കെ പോകുന്ന വരെ നമ്മൾ നല്ല വേവിക്കുക. ഇതാക്കണ്ട, കുറച്ച് പോകുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നല്ല വേവിക്കണം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ അവിടെ മുട്ടയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ തളിക്കുന്ന നേരം കൊണ്ട് ഞാൻ അവിടെ മുട്ട പുഴുങ്ങിയത് ഇതാക്കി 3 മാറ്റി വെച്ച് 3 ഇതിൽ ഞാൻ 3 നല്ല കത്തിയോടെ മാർക്കിട്ടത് കാണാൻ പറ്റുന്ന തോന്നുന്നു. അപ്പോൾ ഇതെന്താ വിചാരിച്ചാൽ അതിൽ മസാല കയറാൻ വേണ്ടിയിട്ട്. മറ്റേ 3 എൻ്റെ മക്കൾ ഈ കറിയൊന്നും കൂട്ടില്ല, അവർക്ക് എന്താ പറയുക, പ്ലെയിനായിട്ട് മുട്ട മതി. അപ്പോൾ അതിനാ 3 അങ്ങോട്ട് മാറ്റി വെച്ചത്. പിന്നെ ഇതിട്ടിട്ട് നല്ല എല്ലാത്തിനും മിക്സ് ചെയ്യുക. പിന്നെ നല്ലോണം നമ്മൾ ഒന്നും കൂടി നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കാൻ പോകും. കാരണം എന്താ വെച്ചാൽ മസാല പിടിക്കണമല്ലോ അതിൽ. ഇതാണ് നൂൽപുട്ട്. നിങ്ങളവിടെ ഇടിയപ്പം പറയും കുറച്ച് സ്ഥലത്ത്, പിന്നെ എന്തൊക്കെയോ പറയും. ഇതാണ് നമ്മുടെ നൂൽപുട്ട് എന്ന് പറയുന്നത്. അടിക്ക് നോക്കുക. നല്ല തിളയ്ക്കാണ്ട് ആ വെള്ള കളറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല ഇതാക്കിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തു. നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.